അടുത്തത് നമ്മുടെ ചാപ്റ്ററാണ് കോണ്ടൂറിങ്. എന്താണ് കോണ്ടൂർ? കോണ്ടൂർ എർത്ത് സർഫസിൽ സെയിം എലിവേഷനുള്ള പോയിന്റ്സിനെ എല്ലാം കൂടെ കണക്ട് ചെയ്ത് വരയ്ക്കുന്ന ഇമാജിനറി ലൈനെ വിളിക്കുന്ന പേരാണ് കോണ്ടൂർസ്. ഓക്കെ ആണോ? സെയിം എലിവേഷനുള്ള പോയിന്റ്സിനെ എല്ലാം കൂടെ കണക്ട് ചെയ്ത് വരയ്ക്കുന്ന ഇമാജിനറി ലൈനാണ് കോണ്ടൂർസ്. കോണ്ടൂർസ് സർഫസിലും വരയ്ക്കാറുണ്ട്, വാട്ടർ ബോഡീസിലും വരയ്ക്കാറുണ്ട്. വാട്ടർ ബോഡീസിൽ വരയ്ക്കുന്ന കോണ്ടൂർസിനെ വിളിക്കുന്ന പേരാണ് സബ്മറൈൻ കോണ്ടൂർസ്, കോണ്ടൂർസ് ഓർ ഫാത്തംസ്. സബ്മറൈൻ കോണ്ടൂർസ് അല്ലെങ്കിൽ ഫാത്തംസ് എന്ന് വിളിക്കാറുണ്ട്. ഓക്കെ, ഇതിനകത്ത് നമുക്ക് മെയിനായിട്ട് പഠിക്കാനുള്ളത് കുറേ ടെക്നിക്കൽ ടേംസ് വരുന്നുണ്ട്. ടേംസ് നോക്കണം. അതുപോലെ തന്നെ ഇവിടെ ഇതിൻ്റെ കുറേ കോണ്ടൂർസിൻ്റെ കുറേ ക്യാരക്ടറിസ്റ്റിക്സ് പറയുന്നുണ്ട്. ഇത് ചെയ്യുന്ന മെത്തേഡ്സും പറയുന്നുണ്ട്. ചെറിയൊരു ചാപ്റ്ററാണ്, സിമ്പിളാണ്, എളുപ്പം പഠിച്ചെടുക്കാവുന്നതേ ഉള്ളൂ. ഓക്കെ, ഫസ്റ്റ് നമുക്ക് ടേംസുകളൊക്കെ ഒന്ന് നോക്കാം. ഫസ്റ്റ് വണ്ണാണ് കോണ്ടൂർ ഇൻ്റർവെൽ. കോണ്ടൂർ ഇൻ്റർവെൽ എന്താണെന്ന് പറഞ്ഞാൽ രണ്ട് കോണ്ടൂർ ലൈൻസ് തമ്മിലുള്ള വെർട്ടിക്കൽ ഡിസ്റ്റൻസിനെ വിളിക്കുന്ന പേരാണ് കോണ്ടൂർ ഇൻ്റർവെൽ. Vertical distance between two consecutive contour lines is called contour interval. ഓക്കെ ആണോ? കോണ്ടൂർ ഇൻ്റർവെല്ല് പല കാര്യങ്ങളെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. എന്തൊക്കെയെന്ന് നോക്കാം. ഓക്കെ, കോണ്ടൂർ ഇൻ്റർവെൽ എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞു എന്താണ്, രണ്ട് കൺസിക്യൂട്ടീവ് കോണ്ടൂർസ് ലൈൻ തമ്മിലുള്ള വെർട്ടിക്കൽ ഡിസ്റ്റൻസ് ആണ്. അത് ഡിപ്പെൻഡ് ചെയ്യുന്ന ഫാക്ടേഴ്സാണ് ഞാൻ എഴുതിയിട്ടേക്കുന്നത്. ഫസ്റ്റ്, സ്കെയിൽ ഓഫ് മാപ്പ്. സ്കെയിൽ ഓഫ് മാപ്പിന് എപ്പോഴും കോണ്ടൂർ ഇൻ്റർവെല്ല് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കും. അതുപോലെ തന്നെ സെക്കൻഡ് വണ്ണാണ് പർപ്പസ് ഓഫ് മാപ്പ്. പർപ്പസ് അനുസരിച്ചും കോണ്ടൂർ ഇൻ്റർവെല്ല് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് എടുക്കും. അതുകൊണ്ട് പർപ്പസ് അനുസരിച്ചുള്ള കോണ്ടൂർ ഇൻ്റർവെല്ലിൻ്റെ വാല്യൂസ് ആണ് ഞാൻ എഴുതിയിട്ടേക്കുന്നത്. ഹൈവേസിനും റെയിൽവേസിനും ഒക്കെ 2 മീറ്ററാണ് കോണ്ടൂർ ഇൻ്റർവെൽ എടുക്കുന്നത്. അതുപോലെ തന്നെ എർത്ത് വർക്കിൻ്റെയും ബിൽഡിങ്ങിൻ്റെയും ഒക്കെ മെഷർമെൻറ്റ്സിൽ 0.5 മീറ്ററാണ് എടുക്കുന്നത്. CT സർവേയിൽ 0.5 മീറ്റർ എടുക്കുന്നു. ജിയോളജിക്കൽ സർവേയിൽ 6 to 15 മീറ്റർ എടുക്കുന്നു. ടൗൺ പ്ലാനിങ്ങിന് 0.5 to 2 മീറ്റർ എടുക്കുന്നു. ലൊക്കേഷൻ സർവേക്ക് 2 to 3 മീറ്റർ എടുക്കുന്നു. ഇനി നമ്മുടെ കൺട്രി അല്ലെങ്കിൽ സർഫസിൻ്റെ നേച്ചർ അനുസരിച്ച് നേച്ചറിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. സ്റ്റീപ്പ് ആണെങ്കിൽ നമ്മൾ എന്താണ്, ലാർജ് കോണ്ടൂർ ഇൻ്റർവെൽ എടുക്കും. സ്മാൾ ആണെങ്കിൽ അല്ലെങ്കിൽ ഫ്ലാറ്റ് ആണെങ്കിൽ സ്മാൾ ഇൻ്റർവെല്ലാണ് നമ്മൾ ചൂസ് ചെയ്യുക. ടൈമിനും ഫണ്ട്സിനും എപ്പോഴും എന്താണ്, നമ്മുടെ കോണ്ടൂർ ഇൻ്റർവെല്ല് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ്. ഇത് PSC ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. പിന്നെന്ന് പറയുന്നത് ഇവിടെ പറയാനുള്ള ഒരു കാര്യം, ഇപ്പം നമ്മളൊരു പ്ലാൻ ഓർ മാപ്പ്, ഒരു മാപ്പ് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നു എന്ന് വിചാരിക്കാം. ഒരു കോണ്ടൂർ മാപ്പ് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നു എന്ന് വിചാരിക്കാം. അവിടെ നമ്മൾ പല പല കോണ്ടൂർ ഇൻ്റർവെൽസ് എടുക്കാറില്ല. കോൺസ്റ്റൻ്റ് ഒരു മാപ്പ് പ്രിപ്പയർ ചെയ്യുമ്പോൾ ഒരു കോണ്ടൂർ ഇൻ്റർവെൽ മാത്രമേ നമ്മൾ സെലക്ട് ചെയ്യാറുള്ളൂ. ആ കാര്യം കൂടെ നിങ്ങൾ ഓർത്ത് വെച്ചേക്കും. അടുത്ത നമ്മുടെ സെക്കൻഡ് ടേം ആണ് ഹൊറിസോണ്ടൽ ഇക്വലന്റ്. ഹൊറിസോണ്ടൽ ഇക്വലന്റ് എന്താന്ന് പറഞ്ഞാൽ, ഇപ്പം രണ്ട് കോണ്ടൂർ ലൈൻ തമ്മിലുള്ള വെർട്ടിക്കൽ ഡിസ്റ്റൻസ് നമ്മൾ പറഞ്ഞു അല്ലേ. പിന്നെ ഹൊറിസോണ്ടൽ ഇക്വലന്റ് എന്തായിരിക്കും? രണ്ട് കോൺസിക്യൂട്ടീവ് കോണ്ടൂർ ലൈൻസ് തമ്മിലുള്ള ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസിനെ വിളിക്കുന്ന പേരാണ് ഹൊറിസോണ്ടൽ ഇക്വലൻസ്. ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ 2 consecutive contour lines is called horizontal equivalent. അടുത്ത നമുക്ക് നോക്കാനുള്ള ടേം കോണ്ടൂർ ഗ്രേഡിയൻറ്റ്. കോണ്ടൂർ ഗ്രേഡിയൻ്റ് എന്താണെന്ന് പറഞ്ഞാൽ നമ്മുടെ എർത്തിൻ്റെ സർഫസിൽ ലേ ചെയ്യുന്ന ഒരു ലൈനാണ്. പക്ഷേ അത് നമ്മുടെ എർത്ത് സർഫസിൽ നിന്ന് ഒരു കോൺസ്റ്റൻറ്റ് ഇൻക്ലിനേഷനിലായിരിക്കും ആ ലൈനെ വിളിക്കുന്ന പേരാണ് കോണ്ടൂർ ഗ്രേഡിയൻറ്റ്. ഹൊറിസോണ്ടലിൽ നിന്ന് ഒരു പർട്ടിക്കുലർ ഇൻക്ലിനേഷനിൽ പാസ് ചെയ്യുന്ന, എർത്തിൻ്റെ സർഫസിലൂടെ പാസ് ചെയ്യുന്ന ലൈനെ വിളിക്കുന്ന പേരാണ് കോണ്ടൂർ ഗ്രേഡിയൻറ്റ്. ഈ കോണ്ടൂർ ഗ്രേഡിയൻറ്റ് ലൊക്കേറ്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന ഇൻസ്ട്രുമെൻ്റ് ആണ് ഗ്യാൻ ട്രേസർ. ഗ്യാൻ ട്രേസർ എന്ന് പറയും. ഓക്കെ ആണോ? ഇതിന് മെയിനായിട്ട് ഇത്രയും ടേംസുകളൊക്കെയാണ് നിങ്ങൾക്ക് നോക്കാനുള്ളത്. ഇനി നമുക്ക് കോണ്ടൂർസിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ്, അതായത് പല ഫീച്ചേഴ്സിന് പല ടൈപ്പ് ഓഫ് കോണ്ടൂർ ലൈൻസ് ആണ് നമ്മൾ വരയ്ക്കാറുള്ളത്. അതെന്തൊക്കെയാണെന്ന് നോക്കാം. ക്യാരക്ടറിസ്റ്റിക്സ്. ഫസ്റ്റ് നമുക്ക് സ്ലോപ്പാണ് നോക്കാനുള്ളത്.
ജെന്റിൽ സ്ലോപ്പ് ആണെങ്കിൽ കോണ്ടൂർസ് ഫാർ അപ്പാർട്ട് ആയിരിക്കും. അതുപോലെ തന്നെ സ്റ്റീപ്പ് സ്ലോപ്പ് ആണെങ്കിൽ കോണ്ടൂർ ലൈൻസ് ക്ലോസർ ആയിരിക്കും, ക്ലോസ്ലി സ്പേസ്ഡ് ആയിരിക്കും. അതുപോലെ തന്നെ യൂണിഫോം സ്ലോപ്പ് ആണെങ്കിൽ പാരലൽ ലൈൻസ് ആയിരിക്കും. ഓക്കെ, പാരലൽ ലൈൻസ് ആയിരിക്കും. അതുപോലെ തന്നെ പ്ലെയിൻ ആണെങ്കിൽ പാരലം ആയിരിക്കും, സ്ട്രെയിറ്റും ആയിരിക്കും, ഈക്വലി സ്പേസ്ഡും ആയിരിക്കും കേട്ടോ. അതായത് ഇങ്ങനെയുള്ള ലൈൻസ് ആയിരിക്കും. ഇവിടെ എന്ന് പറയുന്നത് പാരലായിരിക്കും എന്നേ ഉള്ളൂ, ഇങ്ങനെ ഫ്രീ ഹാൻഡ് സ്കെച്ച് ലൈൻസ് ആയിരിക്കും. ഓക്കെ ആണോ? സ്ലോപ്പിനെ കുറിച്ച് പറയാനുള്ളത് ഇത്രയുമാണ്. ഇനി ഒരു ഹില്ലിൻ്റെ കേസിലാണെങ്കിൽ ഒരു ഹില്ല്, നിങ്ങൾ പല ഓപ്ഷനിൽ ഹില്ലോക്ക് എന്നൊക്കെ കേട്ടിട്ടുണ്ടാവും അല്ലേ? ഹില്ലിൻ്റെ കേസിലാണെങ്കിൽ നിങ്ങൾ നോക്കാം, ഇങ്ങനെയാണ് ഒരു ഹില്ലിരിക്കുന്നത് അല്ലേ? ഹില്ലിൻ്റെ കേസിലാണെങ്കിൽ അതായത് ഇവിടെ ഈക്വൽ പോയിന്റ്സ് ആയിരിക്കും, അങ്ങനെ വെച്ചൊരു കോണ്ടൂർ ലൈൻ വരച്ചു. അതുപോലെ അതിന് മുകളിലായിട്ട് ഇങ്ങനെയാണ് നമ്മൾ കോണ്ടൂർ ലൈൻസ് വരയ്ക്കുന്നത് അല്ലേ? ഹില്ലിൻ്റെ കേസിൽ ഹയർ വാല്യൂസ് എപ്പോഴും അകത്തായിരിക്കും. ഹയർ വാല്യൂസ് എപ്പോഴും ഇൻസൈഡ് ആയിട്ടുള്ള കോണ്ടൂർസ് ഹില്ലിനെ അല്ലെങ്കിൽ ഹില്ലോക്കിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നു. എന്താണ് ഒരു ഹില്ലോക്കും തമ്മിലുള്ള വ്യത്യാസം? ഹില്ലെന്ന് പറയുന്നത് ഷാർപ്പ് എഡ്ജ് ആയിരിക്കും, ഇതുപോലെ ഷാർപ്പ് എഡ്ജ് ആയിരിക്കും. ഹില്ലോക്ക് എന്ന് പറയുന്നത് ഇങ്ങനെയുള്ളതിനെ വിളിക്കുന്ന പേരാണ് ഹില്ലോക്ക്. ഓക്കെ, അങ്ങനെ സെപ്പറേറ്റ് ആയിട്ടൊന്ന് ചോദിച്ചിട്ട് ഹില്ലെന്ന് ഹില്ലോക്കെന്നും ഓപ്ഷനിൽ കാണാറുണ്ട്. ഹില്ലായാലും ഹില്ലോക്കായാലും ലാർജ് വാല്യൂ എപ്പോഴും ഇൻസൈഡ് വരുന്ന കോണ്ടൂർ ലൈനാണ് ഹില്ല്. ഓക്കെ, ഇനി വാലിയുടെ കേസ് വരികയാണെങ്കിൽ മൂന്നാമത്തെ കേസാണ് വാലിയുടെ കേസ് വരികയാണെങ്കിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഡിപ്രഷൻ വരികയാണെങ്കിൽ ഇങ്ങനെ കോണ്ടൂർ ലൈൻസ് ക്ലോസ്ഡ് ലൂപ്സ് തന്നെ ആയിരിക്കും. പക്ഷേ എന്താണ്, ഹയർ വാല്യൂസ് ഔട്ട്സൈഡ് ആയിരിക്കും, ലോവർ വാല്യൂസ് ആയിരിക്കും ഇൻസൈഡ്. ഓക്കെ, അടുത്തത് ഫോർ റിഡ്ജ് ആൻഡ് വാലി ലൈൻസ്. എന്താണ് റിഡ്ജ് ആൻഡ് വാലി ലൈൻസ്? റിഡ്ജ് ലൈൻ അല്ലെങ്കിൽ വാട്ടർ ഷെഡ് ലൈൻ എന്ന് പറയും. നിങ്ങൾ ഇറിഗേഷനിലൊക്കെ പഠിച്ചിട്ടുണ്ടാവും. എന്താണ്, ഏറ്റവും ഹൈറ്റ് കൂടിയ പോയിന്റ്സിനെ എല്ലാം കൂടെ കണക്ട് ചെയ്ത് വരയ്ക്കുന്ന ലൈൻസിനെ വിളിക്കുന്ന പേരാണ് റിഡ്ജ് ലൈൻ അല്ലെങ്കിൽ വാട്ടർ ഷെഡ് ലൈൻ എന്ന് പറയുന്നത്. ഓക്കെ, വാലി പോയിന്റ്സിനെ എല്ലാം കൂടെ കണക്ട് ചെയ്ത് വരയ്ക്കുന്ന ലൈനെ വിളിക്കുന്ന പേരാണ് വാലി ലൈൻ. അതിനകത്ത് കോണ്ടൂർസ് എങ്ങനെയാണെന്ന് നോക്കാം. കോണ്ടൂർസ് എപ്പോഴും റിഡ്ജ് ലൈനിലും വാലി ലൈനിലും എന്തായിരിക്കും? പെർപെൻഡിക്കുലർ ആയിരിക്കും അല്ലെങ്കിൽ 90 ഡിഗ്രി ആയിരിക്കും. ഓക്കെ, ആദ്യം നമുക്ക് റിഡ്ജ് ലൈനിൻ്റെ കോണ്ടൂർ ലൈൻസ് വരയ്ക്കാം. യു ഷേപ്പ് ആയിരിക്കും റിഡ്ജ് ലൈനിൻ്റെ കോണ്ടൂർ ലൈൻസിന്. ഓക്കെ ആണോ? ഇതിൻ്റെ പ്രത്യേകത റൈറ്റ് ആംഗിൾസ് ആയിരിക്കും കോണ്ടൂർ ലൈൻസിനെ കട്ട് ചെയ്യുന്നത് റിഡ്ജ് ലൈൻ അല്ലെങ്കിൽ വാട്ടർ ഷെഡ് ലൈൻ. ഹയർ വാല്യൂസ് എപ്പോഴും കോൺകേവ് സൈഡിലോട്ടായിരിക്കും. ഓക്കെ ആണോ? ഹയർ വാല്യൂസ് എപ്പോഴും കോൺകേവ് സൈഡിലോട്ടായിരിക്കും. ആ കാര്യം ഓർത്തിരിക്കാം. അടുത്തത് വാലി ലൈൻ എന്ന് പറയുന്നത് ഇതാണ്ടേ, വാലി ലൈനിൻ്റെ കോണ്ടൂർസ് നമ്മൾ വരയ്ക്കുന്നത് ഇങ്ങനെയാണ്. അതായത് ഷാർപ്പ് വി ഷേപ്പ് ആയിരിക്കും. ഹയർ വാല്യൂസ് എപ്പോഴും കോൺവെക്സ് സൈഡിലായിരിക്കും. ഓക്കെ ആണോ? ഇത് റിഡ്ജ് ലൈൻ്റെ, ഇത് വാലി ലൈൻ്റെ കോണ്ടൂർ ലൈൻസ്. ഇനി ക്ലിഫിൻ്റെ കേസിൽ ഒരു വെർട്ടിക്കൽ ക്ലിഫാണുള്ളതെങ്കിൽ എന്തായിരിക്കും? കോണ്ടൂർ ലൈൻസ് ആണ് ഇങ്ങനെ ആയിരിക്കും. അതായത് ഒരു പോയിന്റിൽ വന്ന് യുണൈറ്റ് ചെയ്തു പോകും, ഇങ്ങനെ ചെയ്തു പോകും. ഓക്കെ, പിന്നെ വെർട്ടിക്കൽ ക്ലിഫിൻ്റെ കേസിൽ ഒരു പോയിന്റിൽ യുണൈറ്റ് ചെയ്തു പോകും നമ്മുടെ കോണ്ടൂർ ലൈൻസ്. ഇനി ഓവർ ഹാങ്ങിങ് ക്ലിഫ് ആണെങ്കിൽ, ഇങ്ങനൊരു ഓവർ ഹാങ്ങിങ് അതിനകത്ത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടെങ്കിൽ കോണ്ടൂർ ലൈൻസ് തമ്മിൽ ഇൻ്റർസെക്റ്റ് ചെയ്യും.
ഇങ്ങനെ പോകും നമ്മുടെ കോണ്ടൂർ ലൈൻസ്. അല്ലെങ്കിൽ ഇതൊരു കേവ് ആണെങ്കിലും വരുമേ ഇതുപോലെ വരുള്ളൂ കേട്ടോ. ഇങ്ങനൊരു കേവ് ആണെങ്കിലും ഈ ടൈപ്പ് ഇൻ്റർസെക്റ്റ് ചെയ്ത് പോകുന്ന ടൈപ്പ് ഓഫ് കോണ്ടൂർ ലൈൻസേ ഉണ്ടാവാറുള്ളൂ. അതിന് PSC എപ്പോഴും PSCക്ക് ഇഷ്ടപ്പെട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഓവർ ഹാങ്ങിങ് ക്ലിഫിൻ്റെ കേസിൽ മാത്രമേ ആര് ഇൻ്റർസെക്റ്റ് ചെയ്യാറുള്ളൂ? കോണ്ടൂർ ലൈൻസ് ഇൻ്റർസെക്റ്റ് ചെയ്യാറുള്ളൂ. ബാക്കി ഞാൻ വരച്ച കേസിലെല്ലാം എന്താണ്? ക്ലോസ്ഡ് ലൂപ്സ് ആയിട്ടല്ലേ പോകുന്നത്. ഇൻ്റർസെക്റ്റ് ചെയ്ത് എങ്ങും വരച്ചില്ലല്ലോ. നമ്മുടെ വെർട്ടിക്കൽ ക്ലിഫ് ഓവർ ഹാങ്ങിങ് ക്ലിഫ് അല്ലെങ്കിൽ കേസിൻ്റെ കേസിൽ മാത്രമേ അവർ തമ്മിൽ ഇൻ്റർസെക്റ്റ് ചെയ്ത് പോകുന്നുള്ളൂ. കോണ്ടൂർ ലൈൻസ് വരയ്ക്കാനുള്ള മെത്തേഡ്സുകളാണ് ഈ പറയുന്നത്. ഡയറക്റ്റ് മെത്തേഡും ഉണ്ട്, ഇൻഡയറക്റ്റ് മെത്തേഡും ഉണ്ട്. എന്താണ് മനസ്സിലാക്കാമല്ലോ നിങ്ങൾക്ക്? ഡയറക്റ്റ് മെത്തേഡ് എന്ന് പറഞ്ഞാൽ ഡയറക്റ്റ് നമ്മൾ റെഡ്യൂസ് ലെവൽസ് കാൽക്കുലേറ്റ് ചെയ്തിട്ട് എന്ത് ചെയ്യും? ആ സെയിം റെഡ്യൂസ് ലെവലുള്ള പോയിന്റ്സ് എല്ലാം കൂടെ കണക്ട് ചെയ്ത് ഞാൻ എന്ത് ചെയ്യും? കോണ്ടൂർ ലൈൻസ് അങ്ങ് വരയ്ക്കും. ഓക്കെ. ഇൻഡയറക്റ്റ് മെത്തേഡിനകത്ത് നമ്മൾ റെഡ്യൂസ് ലെവൽ കാൽക്കുലേറ്റ് ചെയ്തതിന് ശേഷം ഇൻ്റർപൊളേഷൻ വഴിയായിരിക്കും കോണ്ടൂർ ലൈൻസ് നമ്മൾ എന്ത് ചെയ്യുന്നത്? വരച്ചെടുക്കുന്നത്. ഓക്കെ ആണോ? ഡയറക്റ്റ് മെത്തേഡ് മെയിനായിട്ട് 2 ടൈപ്പാണ്. ബൈ യൂസിങ് ലെവൽസ് ആൻഡ് സ്റ്റാഫ് ആൻഡ് ബൈ ഹാൻഡ് ലെവൽസ്. എന്താണ്? റെഡ്യൂസ് ലെവൽ കണ്ടുപിടിക്കാൻ യൂസ് ചെയ്യുന്നതാണ് രണ്ടും അല്ലേ. ഹാൻഡ് ലെവൽസ് യൂസ് ചെയ്യാറുണ്ട്, ഡംബി ലെവലും സ്റ്റാഫും, അങ്ങനെ ലെവലും സ്റ്റാഫുകളും യൂസ് ചെയ്യാറുണ്ട്. അത് യൂസ് ചെയ്ത് നമ്മൾ ഡയറക്റ്റ് റെഡ്യൂസ് ലെവൽ കണ്ടുപിടിച്ചിട്ട് എന്ത് ചെയ്യും? റെഡ്യൂസ് ലെവൽ സെയിം ആയിട്ടുള്ള പോയിന്റ്സിനെ എല്ലാവരും കണക്ട് ചെയ്ത് നമ്മൾ എന്ത് വരയ്ക്കും? നമ്മുടെ കോണ്ടൂർ ലൈൻസ് വരയ്ക്കും. ഇൻഡയറക്റ്റ് മെത്തേഡ് മെയിനായിട്ട് 4 ടൈപ്പുകളാണുള്ളത്. ഫസ്റ്റ് വൺ മെത്തേഡ് ഓഫ് സ്ക്വയേഴ്സ് ഓർ കോർഡിനേറ്റ് മെത്തേഡ്. സെക്കൻഡ് വൺ മെത്തേഡ് ഓഫ് ക്രോസ് സെക്ഷൻ. തേർഡ് വൺ പ്ലെയിൻ ടേബിൾ മെത്തേഡ്. ആൻഡ് ഫോർത്ത് വൺ താക്യോമെട്രിക് മെത്തേഡ്. എന്താണെന്ന് വെച്ചാൽ മെത്തേഡ് ഓഫ് സ്ക്വയേഴ്സ് അല്ലെങ്കിൽ കോർഡിനേറ്റ് മെത്തേഡ് എന്ന് പറഞ്ഞാൽ എന്താ? ഒരു പർട്ടിക്കുലർ ഏരിയ എടുക്കും. ആ പർട്ടിക്കുലർ ഏരിയ എന്ന് പറയുന്നത് നമ്മൾ എന്ത് ചെയ്യും? പല സ്ക്വയേഴ്സ് അല്ലെങ്കിൽ റെക്റ്റാങ്കിൾസ് ആയിട്ട് അങ്ങ് ഡിവൈഡ് ചെയ്തേച്ച് അതിൻ്റെ കോർണർ പോയിൻറ്റ്സിൻ്റെയൊക്കെ റെഡ്യൂസ് ലെവൽ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തേച്ച് ഇൻ്റർപൊളേഷൻ വഴി നമ്മൾ എന്ത് ചെയ്യും? കോണ്ടൂർ ലൈൻസ് വരച്ചെടുക്കും. ഈ മെത്തേഡിനെ വിളിക്കുന്ന പേരാണ് മെത്തേഡ് ഓഫ് സ്ക്വയേഴ്സ് എന്ന് പറയുന്നത്. മെയിനായിട്ട് നമ്മളിത് യൂസ് ചെയ്യുന്നത് ഓപ്പൺ ഏരിയാസിലൊക്കെയാണ്. ഓക്കെ. ഇനി അടുത്തത് മെത്തേഡ് ഓഫ് ക്രോസ് സെക്ഷൻ. മെത്തേഡ് ഓഫ് ക്രോസ് സെക്ഷൻ എന്ന് വെച്ചാൽ നമ്മൾ ടോട്ടൽ ഗ്രൗണ്ടിലൊരു ട്രാവേഴ്സ് അങ്ങ് കൺസിഡർ ചെയ്യും. ട്രാവേഴ്സ് കൺസിഡർ ചെയ്തിട്ട് ഓരോ ട്രാവേഴ്സ് ലൈനിൽ നിന്നും പ്രൊജക്റ്റ് ചെയ്ത് നമ്മൾ ഓരോ പോയിൻറ്റ്സ് സെലക്ട് ചെയ്ത് അവിടുത്തെ റാൻഡം പോയിൻറ്റ്സ് സെലക്ട് ചെയ്ത് അവിടുത്തെ എന്ത് ചെയ്യും? റെഡ്യൂസ് ലെവൽ കാൽക്കുലേറ്റ് ചെയ്ത് ഇൻ്റർപൊളേഷൻ വഴി നമ്മൾ കോണ്ടൂർ ലൈൻസ് വരച്ചെടുക്കും. ഓക്കെ. റെയിൽവേസ്, കനാൽസ്, ഹൈവേസിലൊക്കെ നമ്മൾ ഏത് മെത്തേഡാണ് യൂസ് ചെയ്യുന്നത്? മെത്തേഡ് ഓഫ് ക്രോസ് സെക്ഷൻ ആണ് യൂസ് ചെയ്യുന്നത്. ഇനി പ്ലെയിൻ ടേബിൾ മെത്തേഡും താക്യോമെട്രിക് മെത്തേഡ് എന്ന് പറഞ്ഞാൽ പ്ലെയിൻ ടേബിൾ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ കോണ്ടൂർ ലൈൻസ് വരച്ചെടുക്കുന്നതെങ്കിൽ അതിനെ പ്ലെയിൻ ടേബിൾ മെത്തേഡ് എന്നും, താക്യോമീറ്റർ യൂസ് ചെയ്തിട്ടാണെങ്കിൽ അതിനെ താക്യോമെട്രിക് മെത്തേഡ് എന്നും പറയുന്നു. ഓക്കെ. ഇനി എന്താണ് ഇൻ്റർപൊളേഷൻ എന്ന് നമുക്ക് നോക്കാം.